കേരളം ജയിക്കും, UDF നയിക്കും. ഞങ്ങളുടെ വീടിന്റെ സുരക്ഷ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പുറത്തു നിന്നുള്ളവർ ഇവിടെ ഇടപെടേണ്ടതില്ല. ഹോർമൂസ് കടലിടുക്ക് മേഖലയിൽ ഇനി പഴയതുപോലെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇറാൻ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മേധാവിത്വം അവസാനിച്ചുവെന്നും ഹോർമൂസ് കടലിടുക്കിൽ ഇനി ഇറാന്റെ നിബന്ധനകൾ മാത്രമേ നടപ്പിലാകൂ എന്നും IRGC വ്യക്തമാക്കിയിരിക്കുന്നു. പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്ന ട്രംപിന്റെ കടുത്ത ഭീഷണികൾക്ക് മറുപടിയായിട്ടാണ് ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഇറാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇറാനിയൻ IRGCയുടെ നാവികസേന കമാൻഡ് കഴിഞ്ഞ ദിവസമാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഈ നിർണായകമായ പ്രഖ്യാപനം നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിൽ തിരുത്താനാവാത്ത തന്ത്രപരമായ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ പാശ്ചാത്യ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്ക നിലനിർത്തി പോന്നിരുന്ന ഒരു മേൽക്കോയ്മ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിലൂടെ ഇറാൻ അർത്ഥമാക്കുന്നത്. ബാഹ്യശക്തികൾക്ക് ഇനിയും ഈ മേഖലയിൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. മേഖലയിലെ പുതിയ സുരക്ഷാ സാഹചര്യങ്ങൾ ഇറാൻ അനുകൂലമാണെന്നും അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം വെറും കാഴ്ചക്കാരനായി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും IRGC വ്യക്തമാക്കുന്നുണ്ട്. മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ ആസൂത്രണം ചെയ്ത ഒരു സമഗ്രമായ സുരക്ഷാ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലേക്ക് തങ്ങൾ എത്തിയതായും IRGC അറിയിച്ചിട്ടുണ്ട്. വിദേശ ശക്തികളുടെ സഹായമില്ലാതെ പേർഷ്യൻ ഗൾഫിലെ തീരദേശ രാജ്യങ്ങൾ ചേർന്ന് ഒരു തദ്ദേശീയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പുതിയ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കടലിടുക്കിൽ വിപുലമായ നാവിക വിന്യാസം ഇറാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഡ്രോണുകളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഏത് വിദേശ കപ്പലുകളെയും നേരിടാൻ ക്വിക്ക് റെസ്പോൺസ് ടീമുകൾ സജ്ജമാക്കിയിരിക്കുന്നു. ഈ സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ രൂക്ഷമാവാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാക്കുകളാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാൻ തുനിഞ്ഞാൽ അത് ഇറാന്റെ നാശത്തിന് വഴിവെക്കുമെന്നും രാജ്യം ഒരു നരകമായി മാറുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കാൻ താൻ മടിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമായിരിക്കുന്നു. എന്നാൽ ഈ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങില്ല എന്നും അതിനെതിരെ തങ്ങൾ സ്വീകരിക്കുന്നത് അമേരിക്കക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് നീക്കത്തെയും സൈനികമായി നേരിടുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകുന്നു. കേവലം വാക്കുകൾക്കപ്പുറം കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ പോലും സ്വാധീനിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇറാൻ തെളിയിച്ചിട്ടുണ്ട്. കടലിടുക്കിലെ പാശ്ചാത്യ യുഗം അവസാനിച്ചു എന്ന ഇറാന്റെ ഈ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ ലോക വിപണിയും അതിന്റെ സമാധാനവും. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കിട്ടും മാസം തോറും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.